മറ്റാരുമല്ല, ആരോപണ നിഴലിൽ വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനാണ്. ആരോപണം എന്താണ്? മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആദ്യം മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്നൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടവർ തന്നെ അത് ചോദ്യം ചെയ്തപ്പോൾ ഉരുണ്ടുകളി, പിന്നെ ഒരു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് അടക്കം ഉണ്ടാക്കൽ, ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു വ്യാജ പരാതി. ഹാക്കിംഗ് ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് DGP ചീഫ് സെക്രട്ടറിക്ക് അല്പം മുൻപ് നൽകിയ റിപ്പോർട്ട്. പറഞ്ഞത് പച്ചക്കള്ളങ്ങളെന്നർത്ഥം. അതിനിടയിലാണ് IAS തലപ്പത്തെ അസാധാരണ പോര്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകനെതിരെയാണ് N പ്രശാന്തിന്റെ തുടർച്ചയായ അധിക്ഷേപങ്ങൾ. ഒരു വാർത്തയുടെ പേരിലാണ് കളക്ടർ ബ്രോ എന്ന് പണ്ടാരോ വാഴ്ത്തിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ വിളയാട്ടങ്ങൾ. നിയന്ത്രിക്കാൻ ആരുമില്ലാത്തത് എന്താണ്? അരാജകത്വമാണോ? പ്രതിപക്ഷം പറയും മട്ടിൽ സർക്കാരില്ലായ്മയോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ PV അൻവർ MLA, ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ RV ബാബു, ശ്രീ N ജയേന്ദ്രൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ ചർച്ചയിലേക്ക് വരും മുൻപ് അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് DGP കൈമാറിയത്. അത് കുറച്ച് ഗൗരവത്തിൽ സർക്കാർ കാണുന്നു മനസ്സിലാക്കാൻ ഷഫീദ് റാവുത്തർ അതിന് വിവരമായി. ഷഫീദ്, ആദ്യം ഒരു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ആ ഗ്രൂപ്പിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും എന്നാണ് ചോദ്യം ചെയ്യുന്നു. അപ്പോഴേക്കും അത് ഹാക്ക് ചെയ്യുന്നു എന്ന വാദം ഉണ്ടാകുന്നു. പിന്നീട് ഈ പറയുന്ന കുറേയധികം ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അങ്ങോട്ടേക്ക് പരാതി കൊടുക്കുന്നത്. എന്താണ്, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഹാക്കിംഗ് ഉണ്ടായിട്ടില്ല, ഈ പറഞ്ഞതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്നാണോ ആ റിപ്പോർട്ടിൻ്റെ കാതൽ? ഷഫീദ്. ഹഷ്മി, ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ദീപാവലി ദിവസം തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ 11ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്നാണ് വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴിയും മാത്രവുമല്ല ചീഫ് സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണവും. ഇതിന് പിന്നാലെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ആദ്യം മെറ്റയ്ക്ക് കത്തയക്കുന്നു. മെറ്റ തിരിച്ചയച്ച മറുപടി വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം ഡിലീറ്റ് ചെയ്ത സാഹചര്യത്തിലും മറ്റ് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലും തങ്ങൾക്കതിൽ ഹാക്കിംഗ് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഗൂഗിളിനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുന്നു. ഗൂഗിളും സമാനമായ ഹാക്കിംഗ് സ്ഥിരീകരിക്കാതെ മടക്കി ഒരു കത്തയക്കുന്നു. മൂന്നാമത്, നിർണായകമായ ഫോറൻസിക് പരിശോധന അത് പോലീസ് തന്നെ നടത്തുന്നു. പോലീസ് നടത്തിയതിൽ ആ ഫോറൻസിക് പരിശോധനയിലും ഹാക്കിംഗ് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. കൂടാതെ അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം, ഹാക്കിംഗ് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഈ മൊബൈൽ ഫോണുകളടക്കം കൈമാറുന്ന സാഹചര്യത്തിൽ കെ ഗോപാലകൃഷ്ണൻ അതൊക്കെ ഫോർമാറ്റ് ചെയ്തു, വിവരങ്ങളൊക്കെ ഒരു തരത്തിൽ നശിപ്പിച്ചു, അത് അന്വേഷണത്തിന് തടസ്സമായെന്നുള്ളൊരു കുറിപ്പ് കൂടി കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ച അതൊരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗം എന്ന് വിശദീകരിച്ചാൽ പോലും കെ ഗോപാലകൃഷ്ണൻ ഇനി ആ സ്ഥാനത്ത് അധികനാൾ വേണ്ട എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിലെ പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ദുരൂഹത വർദ്ധിപ്പിക്കാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഫോൺ ഫോർമാറ്റ് ചെയ്തത്. രണ്ടാമത്, അദ്ദേഹം പരാതിയിൽ പറഞ്ഞ ചില കാര്യങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി എന്ത് തുടർ തീരുമാനമെടുക്കും എന്നുള്ളത് നിർണായകമാണ്. നിലവിലിപ്പോൾ ആ ഫയൽ, ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് മുൻപിലിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ഒക്കെ മുമ്പിലേക്ക് വരും. അക്കാര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാലതാമസം നടപടിയെടുക്കുന്നതിലേക്ക് വൈകിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷെ അപ്പോഴും നടപടി ഉണ്ടാകും. അദ്ദേഹം ഇനി ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമതാകട്ടെ, ഇനി ഇക്കാര്യത്തിൽ പോലീസ് എങ്ങനെ അന്വേഷണം നടത്തും? പോലീസിനെ സംബന്ധിച്ച അനിശ്ചിതാവസ്ഥയിലാണ്. ഇനി സർക്കാരാണ് പോലീസിനോട് ഇക്കാര്യത്തിൽ FIR പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഒരു പരാതിയേ ഉള്ളൂ. ആ പരാതി ഈ പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ പരാതി തന്നെയാണ്. ഗോപാലകൃഷ്ണനെതിരെ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല. ഞാൻ ഓക്കെ ഷഫി, താങ്ക് യു. ഇവിടെ ഓർത്തോണം, ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്. നേരത്തെ PV അൻവർ അടക്കം ഉന്നയിച്ച MR അജിത്കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള, അല്ലെങ്കിൽ അതിനു മുമ്പ് പോലീസിൽ RSSനെ പറ്റി ആനിരാജ പറഞ്ഞത്, പിന്നീട് PV അൻവറിൻ്റെ ആരോപണങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേട്ടോ ഈ ഒരു ഹിന്ദു ഉദ്യോഗസ്ഥർ വാട്സാപ്പ് ഗ്രൂപ്പ്, പിന്നീട് മുസ്ലിം ഉദ്യോഗസ്ഥർ വാട്സാപ്പ് ഗ്രൂപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നുന്ന നീക്കങ്ങൾ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നൊക്കെ വരുന്ന നടപടിയൊക്കെ ഉണ്ടാവുമെന്ന് കാത്തിരുന്നതിൽ കാണാം. ശ്രീ PV അൻവർ, ഞാൻ ഈ ചർച്ചയിൽ താങ്കളുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും ആരായാനുള്ള കാരണം താങ്കളാണ് എന്ന് പറഞ്ഞാൽ അവിടെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലടക്കം ചില നിക്ഷിപ്ത താല്പര്യം എന്ന് പറഞ്ഞാൽ ചില RSS താല്പര്യങ്ങളുടെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടെന്നൊക്കെ ആരോപിച്ച ആൾ താങ്കളാണ്. അതിന് അന്വേഷണം ഏത് വഴിയായെന്നും എനിക്കറിയില്ല. ഇപ്പോൾ വരുന്ന വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അൻവർ. സംസ്ഥാനത്തെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, ഒരു തലമുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പിടിക്കപ്പെടുമ്പോൾ അതിനെ മറയ്ക്കാൻ മറ്റു മതങ്ങളുടെ പേരിൽ കൂടി, മറ്റു മതങ്ങളുടെയും ജാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കുറേയധികം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു, അതിൻ്റെ പേരിൽ പരാതിപ്പെടുന്നു. അത് മറയ്ക്കാനുള്ള
ക്രിമിനൽ ഇന്റന്റോടെയുള്ള നീക്കങ്ങൾ എന്നാണ് ആരോപണം. കേട്ടിരുന്നോ ശ്രീ പി വി അൻവർ? ഈ IAS-കാരും IPS-കാരുമൊക്കെ കുറച്ച് കാലങ്ങളായി ഈ രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും വർഗീയവൽക്കരണം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഇരയാണ് ഞാൻ ഈ പറയുന്ന പ്രത്യക്ഷമായി വന്നിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ADGP അജിത് കുമാർ. തൃശ്ശൂർ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ IAS-ലും ഇതുപോലെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരൊക്കെ ഡൽഹിയിലേക്ക് കോൺഫറൻസിന് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരു ദിവസം ഒഫീഷ്യൽ കോൺഫറൻസും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടുള്ള കോൺഫറൻസും മീറ്റിങ്ങുകളും നടക്കുന്നത്. അത് ഇനിയും പലതും ഇതേപോലെ പുറത്തു വരും. ഇതിലൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് അറിയില്ല എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്നും ഇന്നും ഇരിക്കുന്നത്. പി വി അൻവർ, ഇവിടെ ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെയും IPS-ലെ ലോബികൾ, അതിലെ RSS സ്വാധീനം എന്നൊക്കെ താങ്കൾ പറയുന്നത്, അത് ഈ പറയുന്ന താങ്കളുടെ ആരോപണമാണ്. താങ്കളുടെ ആരോപണം അത് IPS-ൽ വളരെ വ്യാപകമായി ഉണ്ടെന്നാണല്ലോ താങ്കളുടെ അഭിപ്രായം. പി വി അൻവർ, ഇത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അപക്വമായ നടപടിയെന്ന് കാണണോ, അല്ലെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണണോ, അതോ താങ്കൾ ഈ IPS-ൽ ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ പ്രവണതകൾ IAS-ലും ഉണ്ട് എന്നാണ് താങ്കളുടെ നിൽക്കുന്നതിനുള്ള ആരോപണം, പി വി അൻവർ? അല്ല, അതാ പറഞ്ഞത്, IAS-ലൊക്കെ എത്ര മുമ്പ് തുടങ്ങിയതാണ്. അതേ സ്ഥിതിവിശേഷം ഇപ്പോൾ തുടരുകയാണ്. അത് പല കലക്ടർമാരുടെയും പെരുമാറ്റം, പല സെക്രട്ടറിമാരുടെയും പെരുമാറ്റമൊക്കെ സെക്രട്ടേറിയറ്റിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ഈ രീതിയിലുള്ള പരാതികൾ ഇതിൻ്റെ മുമ്പും ഉയർന്നിട്ടുള്ളതാണ്. ഇതൊരു പബ്ലിക്കായി ഇത് പിടിക്കപ്പെട്ടു. ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ ഗ്രൂപ്പ് പിടിക്കപ്പെട്ടപ്പോഴാണ് പൊതുസമൂഹം ഈ പറഞ്ഞതുപോലെ ഇതറിയുന്നത്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് പുറത്തു വരുമ്പോഴാണ് ജനങ്ങളത് വിശ്വസിക്കുന്നത്. അതിനു മുമ്പ് അത് വിശ്വസിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇത് പുറത്തു വരുമ്പോൾ സർക്കാർ ആക്ട് ചെയ്യുന്നു, അന്വേഷിക്കാൻ പറയുന്നു. നേരത്തെ ഷഫീദ് പറയുകയായിരുന്നു, ചീഫ് സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് നൽകി. ഈ ഗോപാലകൃഷ്ണൻ പറയും പോലെ ഹാക്കിംഗ് നടന്നിട്ടൊന്നുമില്ല, അത് മെറ്റയുടെ ഉണ്ട്, ഗൂഗിളിൻ്റെ ഉണ്ട്, അത് ഫോറൻസിക് പരിശോധനാ വിവരങ്ങളുണ്ട്, ആരും ഹാക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടിയ ഫോണിലെ പ്ലേ സ്റ്റോറുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്പല്ലാതെ മാൽവെയർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സർക്കാർ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഈ വിഷയത്തിൽ, അൻവർ. അല്ല, സർക്കാരിൻ്റെ ഇടപെടൽ നമുക്കറിയാലോ. ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് സഹായകമായ RSS BJP നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇത് വെറും നാടകമല്ലേ? അജിത് കുമാറിൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? ഈ കസാര മാറ്റി അടുത്ത കസാരയിൽ കൊണ്ട് ഇരുത്തി എന്നല്ലാതെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നൊരു പുകമറ സൃഷ്ടിക്കുന്നതിന് അപ്പുറം ഒരു ആക്ഷനും പിണറായി വിജയൻ എടുക്കുമെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ പി വി അൻവർ, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടോ? അതായത് ജയതിലകൻ എന്ന് പറയുന്ന, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് താങ്കൾ അവിടെ തെരഞ്ഞെടുപ്പ് തിരക്കുള്ള ആയതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ജയതിലകൻ എന്ന് പറയുന്ന ഉന്നത IAS ഉദ്യോഗസ്ഥനെതിരെ N പ്രശാന്ത് അല്ലെങ്കിൽ കളക്ടർ ബ്രോ എന്നൊക്കെ ആരോ ഏതോ കാലത്തൊക്കെ വിളിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നതിൻ്റെ പേരിൽ പരസ്യമായി അധിക്ഷേപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മാടമ്പള്ളിയിലെ ഏതോ ചിത്തരോഗി ഇയാളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സകല ഒരു സാധാരണ പൗരൻ വേറൊരു സാധാരണ പൗരനെതിരെ പറഞ്ഞുകൂടാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പറയുകയാണ്. ജയതിലകൻ്റെ ഫോട്ടോ അടക്കം വെച്ച് അധിക്ഷേപ വർഷം തുടരുകയാണ്. അത് ചോദ്യം ചെയ്യുമ്പോഴേക്കും അതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ പറഞ്ഞ N പ്രശാന്ത്. ഇത് നിയന്ത്രിക്കേണ്ട CP അൻവർ. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നത് കേട്ടു ഇവിടെ സർക്കാരില്ലായ്മയാണ് എന്ന വിമർശനത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ, പി വി അൻവർ? ഇല്ല, സർക്കാരില്ലായ്മയല്ല നിലനിൽക്കുന്നത്. ഇവിടെ അധികാര ദുർവിനിയോഗം നടത്തുന്ന ബ്യൂറോക്രസിയാണ് നടക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഒരു വില്ലേജ് ഓഫീസിൽ പോലും പോകാൻ ഉള്ള ഒരു അവകാശമില്ല, അതിലിടപെടാനും കഴിയില്ല. അപ്പോൾ ബ്യൂറോക്രസിയുടെ അതിപ്രസരം അത് കയറഴിച്ച് വിട്ടിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. അതാണ് ഈ 8 വർഷം കൊണ്ട് ഈ നാട്ടിലുണ്ടായത്. ഒരു സാധാരണ മനുഷ്യർക്ക് വില്ലേജ് ഓഫീസ് തൊട്ട് കലക്ടർ തൊട്ട് ഇവിടെ ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരുമായി ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. അവർ പറയുന്നത് അനുസരിച്ചോളണം. അങ്ങനെ വല്ലാത്തൊരു കാലത്തേക്ക് ഈ സത്യത്തിൽ ഈ സംസ്ഥാനത്തിനെ കൊണ്ടുപോയത് കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായിയുടെ പ്രീണനമാണ്, ഉദ്യോഗസ്ഥ പ്രീണനം. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണിത്.
അതിനിടയിൽ താങ്കൾ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ മറ്റു പല വിഷയങ്ങളുടെ അടിയിൽപ്പെട്ട് മറവിലേക്ക് മറഞ്ഞു. ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ പറ്റി കാര്യമൊന്നും കേൾക്കാനില്ല. താങ്കൾ കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തെ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഏതോ കാരണം കൊണ്ട് മാറ്റി. അത് ഇന്ന കാരണമാണെന്ന് ഇപ്പോഴും സർക്കാർ പറയുന്നില്ല. താങ്കൾ കൊടുത്ത പരാതിയിലെ മറ്റു നടപടികൾ എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അൻവർ? എനിക്ക് ഒരു അറിവുമില്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഒരു അറിവുമില്ല. കാരണം ഇതൊക്കെ മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതികളിൽ കാതലായിട്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നില്ല. സത്യസന്ധമായി അന്വേഷിച്ചിരുന്ന ഇവരൊക്കെ ജയിലിലാവേണ്ട സമയം കഴിഞ്ഞു. ആ അന്വേഷണം നടക്കുമെന്ന വിശ്വാസവും ഇപ്പം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു അടുത്ത സ്റ്റേജ് ഇപ്പോൾ ലീഗലായിട്ടുള്ള ഡിസ്കഷൻ നടത്തുകയാണ്. ഹൈക്കോടതി വഴി ഞാൻ അന്നേ പറഞ്ഞു ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആലോചനയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഓക്കെ ശ്രീ പി വിനോദ്, താങ്കൾ തിരക്കിലാണ്, താങ്കൾ വിട്ടോളൂ. താങ്ക് യു. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ എന്താണ് ആദ്യം മാതൃഭൂമി പത്രത്തിൽ ഈ പറയുന്ന പ്രശാന്ത് എന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു വാർത്ത, എതിരെയുള്ള വാർത്തയല്ല, അത് രേഖാമൂലം ഈ പറയുന്ന ഹാജറിൽ സംഭവിക്കുന്ന ചില അനോമലസിനെ കുറിച്ച് ജയതിലകൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത റിപ്പോർട്ടാണ് കേട്ടോ. ആ റിപ്പോർട്ടിനെ ആധാരമാക്കി ഒരു ആധികാരികമായ ഒരു പത്രപ്രവർത്തകൻ വാർത്ത എഴുതുന്നു. ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ജയതിലകൻ്റെ നെഞ്ചത്തേക്ക് കയറുകയാണ്. ജയതിലകൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന അധിക്ഷേപ വർഷം. അതിന് താഴെ കമൻറ്റിൽ പറയുന്നു, ഡോക്ടർ ജയതിലകൻ്റെ റിപ്പോർട്ടുകൾ എങ്ങനെ ഇവർ ചോർത്തുന്നു, ആരാണ് ഇടനിലക്കാരെന്ന് ഒരു ഹരികുമാർ ചോദിക്കുന്നു. ഉടനെ ഈ പ്രശാന്തിൻ്റെ മറുപടി, ഈ ജയതിലകൻ എന്ന വ്യക്തി തന്നെയാണ് ബ്രോ മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗി. അധീന എന്ന് വേറൊരു ആൾ പറയും, നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സംസാരിക്കുന്നത് എഴുതുന്നതൊക്കെ നല്ലോണം ആലോചിച്ച് ചെയ്യൂ, ജോലിയും കരിയറും ഒക്കെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വിഭാഗം തലയ്ക്ക് മുകളിലുണ്ടെന്ന് മറന്നു പോകരുത്. പ്രശാന്ത് പറയുന്നു, ജനിച്ചു വീണത് IAS ആവുമെന്ന് കരുതിയിട്ടല്ല, പഠിച്ചതാകട്ടെ നിയമമാണ്, ഓണക്കിറ്റിൽ ഫ്രീ ആയി കിട്ടിയതല്ല. ഓണക്കിറ്റിനെ അധിക്ഷേപിച്ച മറുപടി എന്തൊക്കെയോ. ഇവിടെ അനിൽ രാജൻ, അയാൾ പോയി സൂയിസൈഡ് ചെയ്താൽ സാർ അകത്ത് പോകും, അഴിമതി വിളിച്ചു പറയാൻ ആൾക്കാർക്ക് പേടി ആണിപ്പോൾ, പോയി തൂങ്ങിച്ചത്താൽ പറയുന്നവർ അകത്ത് പോകും. അതിൽ മറ്റു പല അധിക്ഷേപങ്ങളാണ് കേട്ടോ. അതിന് പ്രശാന്തിൻ്റെ മറുപടി, റിപ്പോർട്ടർ ജയതിലക് അത്ര ലോലഹൃദയനോ എന്നൊക്കെയുള്ള പരിഹാസങ്ങളും അധിക്ഷേപ വർഷങ്ങളുമാണ്. അവിടെ വേറൊരു ഉദ്യോഗസ്ഥൻ IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ ഏതോ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢനീക്കങ്ങൾ നടത്തുന്നു. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ആരുമില്ലേ റിജിൽ മാക്കുറ്റി? ശ്രീ ഹാഷ്മി, യഥാർത്ഥത്തിൽ എനിക്കിത് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ തമ്പടിച്ചിരിക്കുന്ന നാടോടികളുണ്ടാവും. ആ നാടോടികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് അല്പം വെള്ളമടിച്ച് എന്നിട്ട് റോഡ് സൈഡിൽ തന്നെ ഒരു റേഡിയോ ഓണാക്കി വലിയ ഒച്ചത്തിൽ വെച്ച് അടിയും പിടിയും തെറിവറിയും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസിൽ അവരെക്കാളും നാണിപ്പിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഒരു IAS ഉദ്യോഗസ്ഥന്മാരാണോ? യഥാർത്ഥത്തിൽ ഒരു ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ പോലും വിവരമില്ലാത്ത ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ വിളിച്ചു പറയുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രയും അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമായി IAS സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ തറ നിലവാരത്തിൽ അടിയും, ഇവർ മലം വിതറുകയാണ് സമൂഹത്തിൽ, വൃത്തികേടുകൾ പറയുകയാണ്. എന്താണ് ഈ നാടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കണ്ട് നിൽക്കുന്ന നിർഗുണ പരബ്രഹ്മനായ ഒരു മുഖ്യമന്ത്രിയും അതല്ലേ കേരളത്തിൽ? ഇതാരാ നിയന്ത്രിക്കേണ്ടത്? ബഹുമാനീയ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ ഇവിടെ ഒരു ഭരണമുണ്ടോ? ഇവിടെ ഈ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ആളുകളാണ് ഇങ്ങനെ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നത്. ഇപ്പോൾ മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്ന് പറയുന്നു, നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കമൻറ്റുകൾ കൊടുക്കുകയാണ്. ഇയാൾ IAS ഉദ്യോഗസ്ഥനാണ്, മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയാണ് പറയുന്നത്. അപ്പോൾ എവിടേക്കാണ് കേരളത്തിലെ ഭരണരംഗം പോകുന്നത്? ഇത് നിയന്ത്രിക്കാൻ ആരുമില്ലേ? ചങ്ങലക്ക് ഭ്രാന്തായാൽ എന്ത് ചെയ്യും? പ്രശാന്താണ് ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ജയതിലക് മാതൃഭൂമി റിപ്പോർട്ടർക്ക് റിപ്പോർട്ട് ചോർത്തി കൊടുത്തെന്നൊക്കെയാണ് ആരോപണം. അതൊന്നുമല്ല വസ്തുത, അത് നമുക്കറിയാം. പോട്ടെ, അതിന് പറഞ്ഞ പ്രൊഫഷണൽ ജലസിയോ പ്രൊഫഷണൽ റൈവലറിയോ എന്തൊക്കെ ആയിക്കോട്ടെ. മറ്റൊരു സംഭവം ഉണ്ട്. അവിടെ വ്യവസായ വകുപ്പിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അതിനകത്തുള്ള നല്ലവരായ ആളുകൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുകയാണ്. ഉടനെ തന്നെ അയാളുടെ ക്രിമിനൽ ബുദ്ധി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അയാൾ തുനിയുകയാണ്. എന്നിട്ട് ഫോൺ ഹാക്ക് ചെയ്തതിന് അങ്ങോട്ടും കൊണ്ട് വ്യാജ പരാതി കൊടുക്കുകയാണ്. ആ പരാതി അന്വേഷിക്കുമ്പോൾ ഈ 2 ഫോൺ ചോദിക്കുമ്പോൾ 2 ഫോണും പലയാവർത്തി ഫോർമാറ്റ് ചെയ്ത് പലയാവർത്തി എല്ലാം കളഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. എന്നിട്ടും ഗൂഗിൾ മറ്റേ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഹാക്ക് ചെയ്താൽ യാതൊരു തെളിവുമില്ല, ഏതെങ്കിലും തരത്തിൽ മാൽവെയർ ഇല്ല. ഇത് വെള്ളരിക്കപ്പെടണോ ശ്രീജിൽ മാക്കുറ്റി? അതന്നെ ഞാൻ ചോദിക്കുന്നത് ശ്രീ ഹാഷ്മി, ഇതെന്താണ് കേരളത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ, വ്യവസായ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ഉണ്ടാക്കുന്നത് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ്.
ഇവരൊക്കെ മനസ്സിനെ ഏത് രൂപത്തിലാണ്, പ്രത്യേകിച്ച് ഇവരൊക്കെ തന്നെ വിവരം കൂടിയത് കൊണ്ട് ഇങ്ങനെ വിവരമില്ലായ്മ കാണിക്കുകയാണോ? ഇവർക്കൊക്കെ തിരിച്ചറിവില്ല. അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല, തിരിച്ചറിവ് വേണ്ടേ? ഈ കേരളം പോലെ ഒരു സ്ഥലത്തിനകത്ത് ഇത്തരത്തിലൊരു IAS ഉദ്യോഗസ്ഥന്മാർ ഹിന്ദുക്കളുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ, എന്നിട്ട് അത് പിടിക്കപ്പെട്ടപ്പോൾ ഇവിടെ മുസ്ലിങ്ങളുടെ പേരിൽ ഒരു ഗ്രൂപ്പ്, പിന്നെ ഒരു 11ഓളം ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മാനസിക നില എന്ത് പറ്റിയിരിക്കുന്നു? ഇവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ കേരളത്തിലെ IAS IPS ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനി രാജ പറഞ്ഞു കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാർ ഒരു വിഭാഗം RSSകാരാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ RB ബാബുവും അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ ആളുകൾ, ഇവരൊക്കെ അതിൻ്റെ ആളുകളൊക്കെ മാറി ഇവരൊക്കെ പോലെ ആളുകളെ നിർത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം. കാരണം ഒരു ഉദ്യോഗസ്ഥന്മാരാണ് ഇവരൊക്കെ ക്രിമിനൽ കുറ്റമാണ്. 153A പ്രകാരം സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓരോ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചട്ടമുണ്ടോ ഇവർക്ക്? അങ്ങനെ ചട്ടലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അത് 4 ദിവസം കഴിഞ്ഞ് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം അവർ പറയുന്നു അത് ഹാക്ക് ചെയ്തതാണ്. ഹാക്ക് ചെയ്തപ്പോൾ മെറ്റ പറയുന്നു അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടില്ല, ഇയാളെ ഫോണിൽ നിന്നാണ് വരുന്നത്. ഇത്രയും കുബുദ്ധിയുള്ള, ഇത്രയും വലിയ ക്രിമിനൽ ബുദ്ധിയുള്ളവരാണോ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്നത്? ഇവർക്കെതിരായി നടപടിയെടുക്കാൻ പോലീസ് അന്വേഷിക്കുന്നു. ഇവരെ അന്വേഷണങ്ങളൊക്കെ ഇവിടെ നേരത്തെ ശ്രീ PV അൻവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ഒരു പ്രകസനമാണ്, മൊത്തം ഒരു പ്രകസനമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധിക്കുന്നുണ്ടോ? നമുക്കറിയാലോ ഇപ്പൊ IAS തലപ്പത്ത് മാത്രമല്ല, ഇപ്പൊ ഞാനൊരു ഒരു കാര്യം കൂടി ശ്രീ ഞാൻ പറയാം. ഈ ദിവ്യയുടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് കണ്ണൂർ ജില്ലയിൽ കലക്ടറാണല്ലോ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കുന്നത്. ആ കലക്ടർ വിളിച്ചുകൊണ്ടുപോയി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയല്ലേ? കലക്ടർ അവിടെ നിന്ന് അദ്ദേഹത്തിന് സ്വന്തം സഹപ്രവർത്തനെതിരായി ഇത്തരത്തിലുള്ള വെറുപ്പ് പറയുമ്പോൾ അത് തലകുലുക്കി ചിരിക്കുകയല്ലേ? അത് കലക്ടർ IAS അല്ലേ? ഈ കണ്ണൂർ ജില്ലാ കലക്ടർ ആയാലും ഈ പറയുന്ന പ്രശാന്ത് ആയാലും ഈ പറയുന്ന മറ്റേ ഗോപാലകൃഷ്ണനായാലും ഇവരൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് IAS പട്ടം കിട്ടിയത്? ഇത് ആരെ കൊടുക്കുന്നത്? ഇത്രയും നാണക്കേട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ വൃത്തികേട് പറയുന്ന നാണക്കേടല്ലേ കേരളത്തിന്? സാംസ്കാരിക കേരളത്തിന് അപമാനമല്ലേ? CM ജയേന്ദ്രൻ ഇവിടെ ഇപ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ നേരത്തെ ഒരു കുഴിനക പരിശോധനയ്ക്ക് ഒരു IAS ഉദ്യോഗസ്ഥൻ ഡോക്ടറെ വിളിച്ചു വരുത്തിയ കഥയും ആ സമയത്തെ എന്താണ് സർവീസ് സംഘടനമായി നേർക്കുന്ന ഒരു വാക്പോലും ഏറ്റുമുട്ടലൊക്കെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കള്ള് കുടിച്ച് കൂത്താടിപ്പോയി പാവ മാധ്യമപ്രവർത്തകൻ ഇടിച്ചു വന്ന കഥ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നടത്തിയ ഉടായ്പകളുടെ പരമ്പര നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യവസായ വകുപ്പിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങേയറ്റം സങ്കുചിതമായി ചിന്തിക്കുന്ന രീതിയിൽ എന്തോ ഗൂഢലക്ഷ്യത്തിലുണ്ടാക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ കാണുന്നു. അതിനുശേഷം അത് മറയ്ക്കാൻ അയാൾ നടത്തുന്ന കുറ്റകൃത്യപരമായ അല്ലെങ്കിൽ ക്രിമിനൽ ഇൻറ്റൻറ്റോടെ കാണിക്കുന്ന നീക്കങ്ങൾ നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ സംസ്ഥാനത്തിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വായിൽ തോന്നുന്നൊക്കെ ഫേസ്ബുക്കിൽ പറയുകയാണ്. നിയന്ത്രിക്കേണ്ടത് ആരാണ്? നിയന്ത്രിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എവിടെയാണ് ശ്രീ ജയേന്ദ്രൻ? സർക്കാർ എവിടെയാണ് ശ്രീ ജയേന്ദ്രൻ? ഹാഷ്മി, ഈ വിഷയം ഇത്തരം പ്രധാനപ്പെട്ടൊരു വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുത്തതിന് 24നോടും താങ്കളോടും ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവും എനിക്കില്ല. കാരണം കേരളത്തിലെ ബ്യൂറോക്രസിയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ IAS ഉദ്യോഗസ്ഥർ, നമ്മളിപ്പോൾ അവരുടെ കാര്യം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളല്ലോ, ഈ IAS ഉദ്യോഗസ്ഥർ വ്യാപകമായി അധികാര ദുർവിനിയോഗം നടത്തുന്നവരാണ് എന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അപ്പോഴൊന്നും അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗോപാലകൃഷ്ണനോ ഒരു ജയതിലകോ ഒരു പ്രശാന്തോ മാത്രമൊന്നും അല്ല ഇവിടെ ഈ പ്രശ്നക്കാരായിട്ടുള്ളത്. ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, IASകാർക്ക് ഒരു സംഘടനയുണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അതിന് പിന്നെ എന്തെങ്കിലും അധികാരം അവർക്കുണ്ടോ? അങ്ങനെ സംഘടിക്കാൻ ഉണ്ടോ? അതിൻ്റെ തലവൻ ആരാണ്? താങ്കൾക്കറിയാമല്ലോ. ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ ചർച്ചയിൽ ഏതായാലും, കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ചർച്ചയിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം എന്തൊക്കെ വിക്രിയകളാണ് കാട്ടിക്കൂട്ടുന്നത്? ഈ താങ്കൾ ഈ പിന്നെ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ്, ഹിന്ദു മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞു. പക്ഷേ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങുന്ന IAS ഉദ്യോഗസ്ഥന്മാരുണ്ട് ഹാഷ്മി, എനിക്കറിയാം. സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങുന്നത് മാസത്തിലൊരു പ്രാവശ്യവും ചിലപ്പോൾ 2 പ്രാവശ്യവും ഒക്കെ പോയി കാണുന്ന സമുദായ നേതാക്കളെ കാണുന്ന IAS പ്രമാണിമാർ ഇവിടെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ശത്രു എന്ന് പറയുന്ന RSS നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്ന IPS ഉദ്യോഗസ്ഥരുണ്ട്. IPS ഉദ്യോഗസ്ഥരെ പോയി കൂടിക്കാഴ്ച തെറ്റാണെന്ന് രാഷ്ട്രീയമായി പറയാൻ പോലും ദുർബലപ്പെട്ട് നിൽക്കാനാണോ CPM?
പിന്നെയാണോ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ പോയി സമുദായ നേതാക്കളെ തിണ്ണതെന്ന് താങ്കൾ പറയുന്നത് ശ്രീ ജയേന്ദ്രൻ? അല്ല, അത്തരം ലഘൂകരണങ്ങളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം താങ്കൾ ഈ പറയുന്ന RSSകാരുടെ കാര്യം ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ റാം മാധവിനെ കാണാൻ പോയ അജിത്തിൻ്റെ കാര്യം, അജിത് കുമാറിൻ്റെ കാര്യം. പിന്നെ ഇദ്ദേഹം ചെന്ന് കണ്ട കോൺക്ലേവ് നടക്കുന്ന ഹോട്ടലിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെയും സുഹൃത്താണ്. അപ്പോൾ പിന്നെ ഇത് ആൻറ്റിക്സ് റാം മാധവിനെ കാണിക്കാൻ പോകുന്നു എന്നീ ഉദ്യോഗസ്ഥനോട് അദ്ദേഹം പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഈ ADGP പറയുകയാണ്, ഞാനും കൂടെ വരുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം, ഈ ആൻറ്റിക്സ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എനിക്കും കൂടെ കേൾക്കാമല്ലോ, ഞാൻ കൂടെ വരട്ടെ. ഓ ആയിക്കോട്ടെ അതിനെന്താ, വന്നോളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഈ സുഹൃത്താണ് അവിടെ കൊണ്ടുപോയി കാണിക്കുന്നത്. 5 മിനിറ്റേ ഉള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ച് പോരുകയും ചെയ്തു. പക്ഷേ വാർത്തകൾ എന്താണ് നിറയുന്നത്? അത് പിണറായി വിജയനിട്ട് കുത്തണം, കുത്തണം, CPM കുത്തണം. ഞാൻ ദത്താത്രേയുടെയും റാം മാധവന്റെയും കാര്യം പറയാനല്ല ഈ ചർച്ചയിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കും, താങ്കൾ റാം മാധവന്റെ കാര്യം മാത്രം പറഞ്ഞു, തലയിൽ മുണ്ടിട്ട് ഒഫീഷ്യൽ വാഹനം മാറ്റിക്കൊണ്ട് രഹസ്യമായി പോയി കണ്ടു, പോയി അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രത്യയശാസ്ത്രപരമായ തെറ്റാണ് എന്ന് ആർജവത്തോടെ ഒറ്റ ആളുകൾ പറഞ്ഞു കേട്ടോ. DYFI അല്ലാതെ DYFI പറഞ്ഞു, നല്ല കാര്യം പറഞ്ഞു. CPM MP ഗോവിന്ദനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഏതെങ്കിലും മന്ത്രിമാരോ CPM പ്രധാനപ്പെട്ട നേതാക്കളോ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഇത് ഇടതുപക്ഷത്തിൻ്റെ ആശയഗതിയോട് യോജിച്ചു പോകുന്നു അല്ലെ കൂടിക്കാഴ്ച എന്ന ആർജവത്തോടെ പറയുന്ന കേട്ടോ? ഇല്ല, എല്ലാവരും കിടന്ന് ഉരുണ്ട് മറിയായിരുന്നില്ലേ ജയേന്ദ്രമാഷേ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത് ADGP അജിത് കുമാർ ദത്താത്രേയെ കാണാൻ പോയതും റാം മാധവനെ കാണാൻ പോയതുമായ കാര്യങ്ങൾ വിശദീകരിക്കാനോ അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം പറയാനോ അല്ല. അതിന് വേറെ സമയം താങ്കൾ പറഞ്ഞോളൂ, ഞാൻ വരാം. എനിക്ക് പറയാനുള്ളത് മുഴുവനും വിശദമായി പറയുന്നത് ഒരു മടിയുള്ള ആളല്ല ഞാൻ, താങ്കൾക്ക് എന്നെ അറിയുമല്ലോ. ഞാൻ ഇന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെയും എങ്ങനെയാണ് വക്രീകരിച്ച് കൊണ്ടിരുന്നതെന്ന് കാണിക്കാൻ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് അത് മാത്രം ചൂണ്ടിക്കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ, അതവിടെ വിട്ട് കളയുക തൽക്കാലമെങ്കിലും. ഈ പ്രശ്നത്തിൽ ഒരു ഹാഷ്മിക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനാണ് സ്വന്തം കുട്ടിക്ക് ക്രഷുണ്ടാക്കിയത് സഹകരണ ഭവനിലാണ്. ബഹുനില മന്ദിരമാണല്ലോ സഹകരണ ഭവൻ, മറ്റെങ്ങും കൊണ്ടുപോകണ്ട, അവിടെ തന്നെ പുതിയ ക്രഷുണ്ടാക്കാൻ തീരുമാനിച്ച് അവിടെ ക്രഷുണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ, ഒരു മുതിർന്ന പിന്നെ IAS ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഒരു സംഗതി. മറ്റൊന്ന്, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് എനിക്കറിയാവുന്ന മറ്റൊരു കാര്യം, ഈ ഗോൾഫ് ക്ലബ്ബിൽ നമ്മുടെ ബഷീറിനെ ഇടിച്ചിടുന്നത് ഗോൾഫ് ക്ലബിന് നേരെ ഓപ്പോസിറ്റുള്ള IAS ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, IAS ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടിച്ച് ഫിറ്റായിട്ടാണല്ലോ പോയത് മറ്റേ ആൾ, എന്നിട്ടാണല്ലോ പ്രിയപ്പെട്ട ബഷീറിനെ ഇടിച്ച് കൊന്നത്. അത് പിന്നെ അവിടെ ഇവർക്കൊരു പിന്നെ ഷാപ്പ് ലൈസൻസ് വേണം. എന്ത് ഷാപ്പ് ലൈസൻസ്? ബാർ ലൈസൻസ്. നേരും നിറയുമുള്ള ആളായിരുന്നു അന്നത്തെ എക്സൈസ് മന്ത്രി, ഇന്നത്തെ LDF കൺവീനർ. അതുകൊണ്ട് മാത്രം അത് കിട്ടിയില്ല. 1000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അതിനപേക്ഷിച്ച വിദ്വാന്മാരാണ് ഇവരെ. അന്ന് അദ്ദേഹം പിന്നെ ഞാനീ പറഞ്ഞ പോലെ നേരും നിറയുള്ള രാഷ്ട്രീയ നേതാവായതുകൊണ്ട് TPR അത് സമ്മതിച്ചില്ല, കൊടുത്തില്ല. അങ്ങനെ ചരിത്രം വേറെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടെന്നേ, ഒന്നല്ല ഹാഷ്മി. ഇപ്പം ഇയാൾ ഈ പറയുന്ന ഗോപാലകൃഷ്ണനില്ലേ, ഇതിനെക്കുറിച്ച് പറച്ചിലാണെന്നറിയാവോ? 1 പൊട്ടത്തരം, 2 കുസൃതി, 3 അതിബുദ്ധി. ഇത് 3ഉം കൂടെ ചേർന്നാൽ ഗോപാലകൃഷ്ണനായി എന്നാണ് പറയുന്നത്. രണ്ടാമത് പ്രശാന്ത്, കഴിഞ്ഞ ഭരണകാലമുണ്ടല്ലോ കോഴിക്കോട്, താങ്കൾക്കും അറിയുമല്ലോ, അന്വേഷിച്ചാൽ അറിയുമല്ലോ. ഈ കുസൃതിക്കാരൻ ഏതെങ്കിലും കിൻഡർ ഗാർട്ടന്റെ MD ആയിട്ടിരിക്കുകയല്ല. ഈ കുസൃതിക്കാരൻ ഏതെങ്കിലും കിൻഡർ ഗാർട്ടന്റെയോ LKG UKG സ്കൂളിന്റെയോ പ്രിൻസിപ്പലായിരിക്കുകയല്ല. അദ്ദേഹം ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നയപരമായ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുകയാണ്. എന്തിനാണ് അയാൾക്ക് ഒരു മല്ലു ഹിന്ദു ഓഫീസേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് തുടങ്ങേണ്ട കാര്യം എന്താണ്? അത് പിടിക്കപ്പെടുമ്പോൾ എന്തിനാണ് അയാൾ ഒരു ക്രിമിനൽ ബുദ്ധിയോടെ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന അടുത്ത ഗ്രൂപ്പ് തുടങ്ങുന്നത്? അപ്പോൾ ഇത്രത്തോളം ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ആ പദവിയിൽ ഇരിക്കാവോ ശ്രീ ജയേന്ദ്ര മാഷേ? അല്ല, അത് പൊട്ടത്തരമാണെന്ന് കണ്ടെത്തിയാൽ തീർന്നില്ലേ? ഞാൻ ചോദിക്കുകയാണ്, ആ പൊട്ടത്തരമാണെന്ന് കണ്ടെത്തിയാൽ തീർന്നില്ലേ? അതാണ് അങ്ങനെയൊക്കെ കണ്ടെത്തുന്നവരുടെ ഒരുപാട് സംഗതികളുണ്ട്.
ചരിത്രങ്ങളുണ്ട് ഹാഷ്മി. ഇക്കാലത്തല്ല, അത് എക്കാലത്തുള്ളതാണ് IASകാർക്ക്. വേറൊരു കാര്യം ഹാഷ്മി, അതോടെ കൂട്ടത്തിൽ പറഞ്ഞു പോകാമല്ലോ, അത് അങ്ങനെ നിർത്താമെന്ന് തോന്നുന്നു ഈ ഘട്ടം. അതായത് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നിയിട്ടുണ്ട്. ഒരു സീനിയർ മന്ത്രി ഒരു ജൂനിയർ IASകാരിയെ, ഒരു ലേഡി IASകാരിയെ മാഡം എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ലജ്ജ തോന്നി. ഈ മനുഷ്യൻ സ്വന്തം സ്ഥാനവൽപ്പം പോലും അറിയാത്ത ഒരാളാണോ എന്ന് എനിക്ക് ലജ്ജ തോന്നി ആ വിളി കേട്ടപ്പോൾ. അത്തരത്തിൽ പെരുമാറുന്ന ബ്യൂറോക്രസിയോട് അമിതമായ എന്താ പറയുന്നത്, ഒരു അഭിനിവേശം, ഒരു കീഴ്പ്പെടൽ. അഭിനിവേശം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കീഴ്പ്പെടലുള്ള ത്വരയുള്ള നിലയിലാണ് ചില മന്ത്രിമാർ പോലും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എന്നിട്ടാണ് ഞാൻ പറയുന്നത്. മാഡം എന്ന ജൂനിയർ IASകാരിയെ ഒരു മന്ത്രി, സീനിയർ മന്ത്രി വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ വല്ലാതെ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത്, ആ പോസ്റ്റിൽ പേര് വിളിച്ചോട്ടെ. അതെ, ശ്രീ ആർ വി ബാബു, ഇവിടെ എന്താണ് വിനോദ് ബെൻസാൽ എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നാഷണൽ വക്താവ് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കെ ഗോപാലകൃഷ്ണൻ. എന്ന് പറഞ്ഞാൽ അത് അന്വേഷണം തെളിഞ്ഞ് ഇതിനിപ്പോൾ ഹാക്ക് ചെയ്താണോ അല്ലേ എന്നൊക്കെ വരും മുൻപ് തന്നെ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത്. കേരളത്തിലും ഈ കെ ഗോപാലകൃഷ്ണന് പിന്തുണയുണ്ടോ അങ്ങയുടെ സംഘടന അടക്കം? അല്ല ഹാഷ്മി, നയപരമായിട്ട് നിയമപരമായിട്ട് നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നാട്ടിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഉള്ളിൽ. ആ പച്ചവെളിച്ചം വളരെയധികം വിവാദങ്ങളുണ്ടാക്കി. ആ പച്ചവെളിച്ചം ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് RSS നേതാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിക്കൊടുത്തത് എന്നുള്ള വിവരം പുറത്തു വന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. ആ പച്ചവെളിച്ചം ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് മൂന്നാറിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ആദ്യമല്ല, വളരെ നേരത്തെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സുമാരുടെ ഇടയിൽ, സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ മതാടിസ്ഥാനത്തിലുള്ള ഫ്രൈഡേ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ശരിയാണോ ചോദ്യം? കേന്ദ്രീകരിച്ചും മറ്റൊക്കെ അത്തരം ഫ്രൈഡേ ക്ലബ്ബുകൾ എത്രയോ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. താങ്കൾ പറഞ്ഞു PFI ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിച്ചെങ്കിൽ ഈ ഗോപാലകൃഷ്ണൻ നടപടി വേണ്ടേ? അല്ല, ഞാനതാ പറഞ്ഞു തന്നെ, ഞാൻ പറയാം. ഗോപാലകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്നേ. ഏതെങ്കിലും തരത്തിൽ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടപടി വേണം. ഒരു തരത്തിലും സംരക്ഷിക്കരുത്. സർക്കാരിൻ്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്നുണ്ടെങ്കിൽ നടപടി വേണം. ഇവിടെ അങ്ങനെ വല്ല ആരോപണവും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ പോലെ പൊട്ടത്തരം കാണിച്ചു എന്നുള്ളത് സത്യം. എന്താണ് ആ പൊട്ടത്തരം? ഗോപാലകൃഷ്ണൻ ഇതിൽ നിന്ന് എന്തിനാ പിന്തിരിയാൻ പോയത്? ഞാൻ ഉണ്ടാക്കി, സോ വാട്ട്? അതുകൊണ്ട് എന്താണ് ഓഫീസ് മാനുവലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്? ഇപ്പോൾ ഇവിടെ നോക്കട്ടെ, ഒരു ഹിന്ദു മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയ, ഒരു നായർ മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വരുമോ? നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഹിന്ദു എന്നുള്ള പേര് വരുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലാണ്. അല്ല, നായർ മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിക്കൂടാ? മുസ്ലിം എംപ്ലോയീസ് ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് സാറേ. ഈ നായർ ഹിന്ദു ഒരു IAS തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഹിന്ദു മല്ലു പഠിച്ചിട്ടില്ല. ശരി, അപ്പോൾ ശ്രീ ആർ വി ബാബു, നാളെ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥൻ മല്ലു ക്രിസ്ത്യൻ ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ താങ്കൾ അതിനെ എതിർക്കില്ല, അങ്ങനെയാണോ? അല്ല ഹാഷ്മി, ഇപ്പൊ നിലവിലുണ്ടെന്നത് അത് പരസ്യമായി പ്രവർത്തിക്കുന്നില്ല, പരസ്യമാവുന്നില്ല എന്ന് മാത്രമേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ താങ്കളുടെ ലോജിക്ക് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, താങ്കളുടെ ലോജിക്ക് എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശരി, താങ്കളുടെ ലോജിക്ക് ഡോക്ടേഴ്സിന്റെ ഇടയിൽ അത്തരത്തിലുള്ള ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് മതാടിസ്ഥാനത്തിൽ. ശരി, താങ്കളുടെ ലോജിക്ക് ഒരു IAS ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന് ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് താങ്കൾ വാദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ നാളെ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ്, മല്ലു ക്രിസ്ത്യൻ ഓഫീസേഴ്സ് ഗ്രൂപ്പ്, മല്ലു നായർ ഓഫീസേഴ്സ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ മല്ലു ഇന്നോ ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെല്ലാം ശരിയാണ് എന്ന് അറിയുമോ, പറയുകയാണോ? അല്ല, ഇതിന് മുമ്പ് ഈ വിഷമം നിങ്ങൾ കാണിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാൻ കാരണം ഒരു മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴല്ലേ? നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാൻ കാരണം അതല്ലേ? ഇതിനു മുൻപ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടെന്ന്. അത് ശരിയാണെന്നാണ് നിലപാട്. എപ്പോഴാ വിവാദമായത്? പച്ചവെളിച്ചം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല. പച്ചവെളിച്ചതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമോ താങ്കളുടെ യുക്തി പ്രകാരം? പച്ചവെളിച്ചം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന നിലപാടുണ്ടായപ്പോഴാണ്
ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. അതുവരെ താങ്കളുടെ യുക്തിപ്രകാരം മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിൽ കൂട്ടായ്മ ഉണ്ടാക്കാം, അങ്ങനെയാണ് താങ്കളുടെ യുക്തിപ്രകാരം. താങ്കളുടെ യുക്തിപ്രകാരം ഹിന്ദു എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ചൊറിച്ചിലാണ്. അല്ല അങ്ങനെ ചോദിച്ചാൽ താങ്കൾക്ക് തോന്നുന്നതാണ് ആ ചൊറിച്ചിലാണെന്ന്. ശ്രീ ബാബു, താങ്കളുടെ യുക്തിപ്രകാരം മതാടിസ്ഥാനത്തിൽ ഇപ്പൊ താങ്കളുടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, താങ്കളുടെ യുക്തിപ്രകാരം തീരുമാനിക്കേണ്ടത്. അല്ല, ഞാൻ നേർക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ യുക്തിപ്രകാരം മതാടിസ്ഥാനത്തിൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥർക്കും അത്തരത്തിൽ ഗ്രൂപ്പും കൂട്ടായ്മകളും ഉണ്ടാക്കാം അല്ലേ അറിയ ബാബു? അല്ല, നോക്കൂ, ഏത് ഉദ്യോഗസ്ഥന്മാർക്കും മതാടിസ്ഥാനത്തിലോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ ഗ്രൂപ്പുകൾ അത് അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ പച്ച വെളിച്ചം ഗ്രൂപ്പിനെയും താങ്കൾ എതിർക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് വിഷമമായിട്ട് തോന്നാൻ കാരണം എന്താ? അപ്പൊ പച്ച വെളിച്ചം ഗ്രൂപ്പിനെയും അറിവ് ബാബു എതിർക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വിഷമം ഉണ്ടാവാൻ കാരണം എന്താ? അല്ലല്ല ഹാഷ്മി, നിങ്ങൾ നാളിതുവരെ നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഒരു മതവിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേക ദിവസം 2 മണിക്കൂർ ലിഷർ ടൈം കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? ഒരു മതവിഭാഗത്തിന് മാത്രം സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഒരുമിച്ച് കൂടാനും കുത്തുബു പ്രസംഗം കേൾക്കാനും ഈ കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ RSSനെയോ ചീത്ത വിളിക്കുന്നത് ഒരുമിച്ചിരുന്ന് കേൾക്കാനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇവിടെ എന്തിനാണ് ഇത് വിഷം കലർത്തുന്നത് അറിവ് ബാബു? എന്തിനാണ് വിഷം കലർത്തുന്നത്? എന്തിനാണ് വെറുതെ വന്നിരുന്ന് വിഷം കലർത്തുന്നത്? ഇപ്പൊ പുതിയ വാദം എന്താണെന്നറിയോ? ഇപ്പൊ പുതിയ വാദം ശബരിമലയിലെ വാവരെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ രീതി. ഒരു വർഗീയ വക്കീല് തുടങ്ങി വെച്ചത് ഇപ്പൊ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പൊ അറിവ് ബാബു പറയും അല്ലേ? ബാബു അത് പറയും അല്ലേ? വാവരെ അവിടെ ഇറക്കി വിടണം എന്ന വൃത്തികെട്ട വർത്താനം ബാബു പറയും അല്ലേ? ആ വിഷമങ്ങ് ഞങ്ങൾ സഹിച്ചോളാം. അല്ല, ഞാൻ പറയുന്നത് ശബരിമലയിൽ നിന്ന് വാവരി സ്വാമി ഇറക്കി വിടണം എന്ന ഒരു വർഗീയ വക്കീൽ പറഞ്ഞു. VHP ആ വക്കീൽ പറയുന്നത് VHP അതിന് പിന്തുണ കൊടുത്തു പറയുന്നത്. നിങ്ങളുടെ സെലക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ അസമാധാനം ഉണ്ടാക്കണം. അതൊന്നും ഞങ്ങളുടെ വേണ്ട. ഇങ്ങനെ സമാധാനം ഒരു സ്ഥലം പോവുകയാണെങ്കിൽ അവിടെ ഒരുകുന്നു ഞങ്ങളോട് വേണ്ട. ഞാനത് കൃത്യമായിട്ട് എന്റെ ഹാഷ്മിക്ക് നെഞ്ചത്ത് കൊള്ളുന്നുണ്ടോ? നെഞ്ചത്ത് കൊള്ളുന്നോ? ഒരിടത്തും കൊള്ളുന്നത് താങ്കൾക്കാണ് കൊള്ളുന്നത്. താങ്കളുടെ വൈകാരിക ആവേശം കാണുമ്പോൾ താങ്കൾക്ക് കൊള്ളുന്നത് എവിടെയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? ഒരു മതവിഭാഗത്തിന് മാത്രം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം 2 മണിക്കൂർ സമയം ലിഷർ ടൈം കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താങ്കൾ തന്നെ പറഞ്ഞതല്ലേ മതാടിസ്ഥാനത്തിലെ കൂട്ടായ്മകൾ തെറ്റല്ല എന്ന് അറിവാബു തന്നെ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. മതാടിസ്ഥാനത്തിലെ കൂട്ടായ്മകൾ തെറ്റല്ല എന്ന് ബാബു പറഞ്ഞല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബാബു തന്നെ പറഞ്ഞതല്ലേ മതാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഉദ്യോഗസ്ഥർ കൂട്ടം കൂടാം, മതാടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയ്ക്ക് അവസരം, മറ്റൊരിടത്ത് മുസ്ലിം ഉദ്യോഗസ്ഥർ എന്ന IAS ഉദ്യോഗസ്ഥർ കൂട്ടം കൂടാം, മറ്റൊരിടത്ത് ക്രൈസ്തവ ഓഫീസർമാർ എന്ന് പറഞ്ഞ് കൂട്ടം കൂടാം. അതിനെ താങ്കൾ ശരിവെക്കുകയല്ലേ? അല്ല, ഞാൻ പറയുന്നതേ എന്തുകൊണ്ട്, അതായത് അപ്പുറത്താകാമെങ്കിൽ ഇപ്പുറത്തും ആകാം. അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾ ഒറ്റക്കണ്ണന്മാരാ. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണ് വെച്ചുള്ള കാഴ്ച കൊണ്ടാണ് ഇപ്പോ ഞങ്ങൾക്കിപ്പോ വളരെ സൗകര്യമാണെന്ന്. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണൻ കാഴ്ച കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള നെറേറ്റീവുകൾ കൊണ്ട് പൊതുസമൂഹം ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി വരികയാണ് ഹാഷ്മി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണൻ കാഴ്ചകൾ സമൂഹത്തിന് കൃത്യമായ കാഴ്ചയാണ് കൊടുക്കുന്നത്. ഓക്കെ, ശ്രീ റിജിൽ മാക്കുറ്റി, അങ്ങനെ ഒറ്റക്കണ്ണൻ കാഴ്ചകൾ സമൂഹത്തിന് കൃത്യമായ കാഴ്ച നൽകുന്നുണ്ടോ? ഈ ഗോപാലകൃഷ്ണൻ ചെയ്ത് പൊട്ടത്തരമാണോ? പൊട്ടത്തരം അല്ലെങ്കിൽ കുസൃതി, അല്ലെങ്കിൽ കുരുന്നുകളുടെ കുസൃതി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള വളരെ ഹാംലെസ് ആയ ഒരു നിഷ്കളങ്ക പ്രവൃത്തിയാണോ അറിവാ പറയും പോലെ? ശ്രീ ആഷ്മി, നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ വിഷം കലക്കുവാണ്. ഇപ്പോൾ സേഫ്റ്റി ടാങ്കിൽ നിന്ന് അത്തറിൻ്റെ മണം വരില്ല. വർഗീയത മാത്രം പറഞ്ഞ് അതുമാത്രം പ്രചരിപ്പിച്ച് അതിനകത്ത് ജീവിക്കുന്ന ആളുകളാണ്. തമ്മിലടിപ്പിക്കാനും വിഷം കലക്കാനും അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറയൂ. ഇത് ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ട്, ഇത് റഹീമോ മുഹമ്മദോ ആണെങ്കിൽ ഈ പറയുന്ന വാദഗതി ആയിരിക്കില്ലല്ലോ ഈ പറയുന്ന ആൾ പറയുക. അങ്ങനെയാണോ പറയുക? അപ്പോൾ പേര് നോക്കി ആളുകളെ ഈ രൂപത്തിലേക്ക് ചാർത്തപ്പെട്ട് കൊടുക്കുന്നതിൻ്റെ വക്താക്കന്മാരാണ് ഇവർ. അപ്പോൾ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് ശരിയായ കാര്യമല്ല. ഇത് VHP പ്രവർത്തകനോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകനോ അവരുടെ ഗ്രൂപ്പുകളോ അല്ലല്ലോ. IAS ഉദ്യോഗസ്ഥനല്ലേ ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതെന്തിനാണ്? അങ്ങനെ ഉണ്ടാക്കാൻ സർവീസ് ചട്ടത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇത് റൂളുണ്ടോ അല്ലെങ്കിൽ പ്രിവിലേജ് ഉണ്ടോ? അങ്ങനെ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥന് ഇത്ര ബുദ്ധിയില്ലാത്ത ആളാണെന്ന് ചോദിക്കുന്നത് അറിയോ?
എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ IAS അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒരു വികാരത്താൽ ചിന്തകളാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പൊ എന്താണ് വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിക്കുന്ന പോലെ വൈകിട്ടത്തെ ഏതെങ്കിലും ഒരു എന്താണ് ഒരു ലളിത സന്ദർഭത്തിൽ അകത്ത് കിടന്ന ഒരു വികാരപ്രകാരം അദ്ദേഹം ഈ പറഞ്ഞ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വെക്കൂ. അത് പ്രശ്നമായപ്പോൾ അദ്ദേഹം ആ ഗ്രൂപ്പിൽ ഒന്നും ഇട്ടിട്ടില്ല. അദ്ദേഹത്തിന് വേണേൽ പറയാമല്ലോ അത് എന്താണ് കേരളത്തിൽ ഹിന്ദു പത്രം വായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് പറയാമല്ലോ, എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാമല്ലോ. ഉടനെ അത് മറികടക്കാൻ വേണ്ടി മറ്റു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ഫോൺ ഫോർമാറ്റ് ചെയ്യുക, ഫോൺ എടുത്ത് കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു ഉടായ്പ കാണിക്കുകയാണെങ്കിൽ ഉടായ്പിന്റെ ബുദ്ധിയെങ്കിലും വേണ്ട അയാൾക്ക്. ശ്രീ റിജിൽ മാക്കുറ്റി, അതാ ഞാൻ പറഞ്ഞത്. ഒരു കളവ് പിടിക്കപ്പെട്ടപ്പോൾ വേറെ കളവ് ചെയ്ത് അതിനെ മറക്കാൻ ശ്രമിക്കുകയല്ലേ. അപ്പോൾ മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് 11 ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ അയാൾ ബുദ്ധി ചെറുതൊന്നുമല്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേരിലേക്ക് ഉണ്ടാക്കേണ്ട സാഹചര്യം എന്താണ് കേരളത്തിൽ? അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിലുണ്ടോ? ഇത് ഉത്തർപ്രദേശോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സംഘപരിവാർ ഭരിക്കുന്ന സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ. ഇത് കേരളമല്ലേ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന പിണറായി വിജയന്റെ നാടല്ലേ ഇത്. അവിടെയല്ലേ ഇത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഒരു മടിയും കൂടാതെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റു വിഭാഗത്തിൽപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാർ RSSന്റെ നേതാക്കന്മാരെ പോയി കാണുകയാണ്. അപ്പോൾ അത് വലിയ രൂപത്തിലുള്ള പ്രശ്നമല്ല. RSS നേതാക്കന്മാർ ചർച്ച നടത്തുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നു. അതുപോലെ മറ്റൊരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളുകളെ ഈ പറയുന്ന ആളുകളെ കണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സ്ഥിതി ഉണ്ടാവുക? അങ്ങനെയാണോ സ്ഥിതി ഉണ്ടാവുക? അപ്പം അത് വളരെ കൃത്യമാണ്. ഇവരെയൊക്കെ നയിക്കുന്നത്, ഇവരൊക്കെ മനസ്സിനെ നയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ് ഇയാളാരാ? ഹിന്ദുക്കളുടെ മൊത്തം പേറ്റന്റ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ ഇയാൾ മാത്രമാണ് ഹിന്ദു, ബാക്കിയുള്ള ആൾ ഹിന്ദു അല്ലല്ലേ? ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ ഹിന്ദു മതത്തെ പൂർണ്ണമായും ഒന്നിച്ച് സ്ഫുടം ചെയ്തിട്ടാണോ? ഈ ഹിന്ദു മതത്തിൽ തന്നെ എത്ര അനാചാരങ്ങളുണ്ട്? അപ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പോൾ ഞങ്ങളൊക്കെ വിശ്വാസികളാണ്, ഹിന്ദു ആചാരപ്രകാരം അനുഷ്ഠാനപ്രകാരം പരസ്പരം തൊടാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഇതിനകത്തില്ലേ? അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആളുകളെ നമുക്ക് തൊടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്താണ് അതിനകത്ത് ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ പറയുന്ന ജാതി, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക്, ബ്രാഹ്മണനായ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ? ഹിന്ദുവാണ്, അതുകൊണ്ട് അതെ ബ്രാഹ്മണൻ ഇനി ദളിതനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിയമമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ജാതീയമായ വേർതിരിവില്ലേ? ഈ എല്ലാ ഹിന്ദുക്കളും ഒന്നാണോ ഈ പറയുന്നത് പോലെ? ഏതാ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്താ ഈ പ്രശ്നം? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മതത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനകത്ത് അവർക്ക് പ്രത്യേക അധികാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവരവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു മതനിരപേക്ഷ സമൂഹത്തിനകത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഇന്നലെ ഒന്നുമല്ലല്ലോ. ഇവിടെ ഒരു മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷം കേരളത്തിലില്ലേ? മറ്റുള്ള പോലെയല്ലല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ബാബർ സ്വാമിയെ നമ്മൾ മലക്ക് പോകുമ്പോൾ അവിടെ എരുമേലി പോയി നമ്മൾ എന്തിനാണ് തേങ്ങ ഉടക്കുന്നത്? അവിടെ പോയി കാണിക്കേണ്ടത് എന്തിനാണ്? അയ്യപ്പന്റെ സന്നിധാനത്ത് താഴെ തന്നെ ബാബർ സ്വാമിക്ക് അങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കിയത്. ഏതോ കാലത്ത് ആ മനുഷ്യന്മാർ അന്ന് പ്രതിഷ്ഠ നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീക അവിടെ ഉണ്ടാക്കിയതല്ലേ? അതിന് എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അതൊരു സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷമല്ലേ? അത് ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്? അതിന്റെ ആ സ്നേഹത്തിന്റെ അന്തരീക്ഷത്തെ, ആ മതനിരപേക്ഷതയുടെയും ആ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ലേ അത്? നമ്മളൊക്കെ ശബരിമലക്ക് പോകുന്ന ആളുകളാണ്. ആ പോകുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്തിനാണ് അത്തരം ഒരു വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ? എന്തിനാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അത് തികച്ചും കൃത്യമാണ്. കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തമ്മിൽ വിഭജിക്കാൻ ഏതെങ്കിലും ദുഷ്ടലക്ഷണങ്ങളുമായി ശബരിമലയിലേക്ക് വന്ന ശബരിമല അത് നടക്കില്ല. അതൊക്കെ അവിടുത്തെ മനുഷ്യർ വേറെ മനുഷ്യർ അറിയാവുന്നല്ലേ? അവിടുത്തെ മനുഷ്യർ വേറെ ഹിന്ദു ഐക്യവേദിയിൽ ഏത് തമ്പുരാൻ നടക്കില്ല. അതൊക്കെ വെറുതെ ഏത് ആയിരക്കണക്കിന് അയ്യപ്പന്മാര് ബാബർ സ്വാമിയെ വണങ്ങിയിട്ട് അവിടെ കാണിക്കേട്ട് ഐക്യവേദിയല്ല. ഏത് ആള് തിട്ടൂരമർക്കാലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കേരളമാണ്. ശരി, നമ്മുടെ വിഷയത്തിൽ ഓക്കെ. എം ജയന്തൻ, താങ്കൾ ഇപ്പൊ ഇവിടെ ഒരു മതേതര പാർവി ബാബു ഭരണകൂടമാണ്. ശരി, പാർവി ബാബുവിന് അങ്ങനെ പറയാൻ കഴിയൂ? അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മതത്തിന്റെ മറ്റൊരു എക്സ്ട്രീം അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും? കാരണം മതാടിസ്ഥാനത്തിൽ കൂട്ടം ചേരേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷെ ഒരു മതേതര സമൂഹത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? റിജിൽ ഞാൻ അവസാനിപ്പിക്കാം. ആഷ്മി ഒറ്റ കാര്യം കൂടി. ഇവിടെ പൂരം കലക്കി കൊടുക്കുന്നു. പൂരം കലക്കാൻ ആരാ? ഈ പറയുന്ന ഹിന്ദുവിന്റെ മൊത്തം കച്ചവടക്കാർ എന്ന് പറയുന്ന ആളല്ലേ പൂരം കലക്കാൻ ADGP കൂട്ടുകൊടുക്കുന്നത്? ഈ BJP-ക്കാർക്കും സംഘപരിവാറുകാർക്കും എന്ത് ഹിന്ദു പൂര സ്നേഹം ഉണ്ടെങ്കിൽ ആ പൂരം കലക്കി കൊടുക്കുവോ? പൂരം കലക്കിയില്ലേ? ഞങ്ങൾ പറഞ്ഞൊന്നുമല്ലല്ലോ. ശരി റിജിൽ. ജയന്തൻ, ഇവിടെ ഒരു മതേതര സമൂഹത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് ശരിയാ? ഒരു മതേതര സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരു മതേതര സമൂഹത്തിൽ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ രഹസ്യമായി ഗുപ്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി അത് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ആ ആഗ്രഹിക്കുന്നവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിൽക്കേണ്ടതല്ല ഒരു മതേതര സർക്കാർ ഭരണഘടന, അല്ലേ?
എം ജയചന്ദ്രൻ, താങ്കൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ പിന്നോട്ടേക്കുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് ഞാൻ വായിക്കാം. DGP വസ്തു തട്ടിപ്പ് കേസിലാവുന്നു. IG ലക്ഷ്മൺ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീത ശക്തിയുണ്ടെന്ന്. പഴയ DGP മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ ഉണ്ടുറങ്ങുന്നു. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം മോൻസന്റെ സിംഹാസനത്തിൽ കാവൽ നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമവിരുദ്ധമായ പലതും നടക്കുന്നു. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് കോൺട്രാക്ട് റൂളിൽ പറയുന്നതെല്ലാം ലംഘിക്കുകയാണ് എന്നൊരു പ്രേക്ഷകൻ അയച്ച മെസ്സേജാണ്. ഇത് ഓരോന്നെടുത്താൽ ഓരോന്നും ശരിയല്ലേ എം ജയേന്ദ്രൻ? താങ്കളുടെ ആദ്യ ചോദ്യം എന്താണ്? ഇതിന് നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരല്ലേ? ഇപ്പം പിണറായി വിജയൻ അറിയപ്പെടുന്ന പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ഇച്ഛാശക്തിയുടെ പേരിൽ അറിയപ്പെടുന്നതല്ലേ? എവിടെ ഒഴുകിപ്പോയി ആ ഇച്ഛാശക്തി എം ജയേന്ദ്രൻ? ഹാഷ്മി, ഇപ്പോൾ താങ്കൾ ഏറ്റവും ഒടുവിൽ പ്രേക്ഷകൻ്റെ പ്രതികരണം പറഞ്ഞല്ലോ. അത്തരം പ്രേക്ഷകരുടെ ഈ പൊളിറ്റിക്കൽ ഡയലോഗ്സിനൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അത് താങ്കൾ തന്നെ തൃപ്തിപ്പെടുത്തുക. അവരുടെ മറുപടിയിൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത്രേ പറയാൻ കഴിയൂ. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിലേ പറഞ്ഞല്ലോ, താങ്കളെയും 24-നോടും നന്ദിയുണ്ട് ഇക്കാര്യത്തിലൊരു ചർച്ച വെച്ചതിൽ. പക്ഷേ ആ ചർച്ച ഒരിക്കലും ഞാൻ ഇങ്ങനെയല്ല ആഗ്രഹിച്ചത്. ഇവിടുത്തെ ഈ IAS ഉദ്യോഗസ്ഥ തലത്തിലെ ജാതിപരമായ ഹിന്ദു മുസ്ലിം വേർതിരിവിൻ്റെ ചർച്ചയാണ് ഇത് എന്ന് ഞാൻ ധരിച്ചിട്ടില്ല ഇപ്പോഴും. അതിനെ സംബന്ധിച്ച് പിന്നെ റിജിൽ മാക്കുറ്റിയും RV ബാബുവും തമ്മിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യകതയൊന്നും ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും കേരളത്തിലെ IASകാർക്കിടയിലോ IPSകാർക്കിടയിലോ മറ്റേതെങ്കിലും സിവിൽ സർവീസുകാർക്കിടയിലോ ജാതീയമായ സ്പർദ്ധയോ ചേരിതിരിവോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്തരത്തിൽ പറയാൻ ശ്രമിക്കുന്നത് കേരളീയ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരാളും, അത് ഹിന്ദുവിനെ കുറിച്ചാണെങ്കിലും മുസ്ലിമിനെ കുറിച്ചാണെങ്കിലും നല്ല വിശ്വാസികളായ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. നല്ല വിശ്വാസികളായ ഉദ്യോഗസ്ഥർ ഈ പണിക്ക് നിൽക്കില്ല. ഈ കുടിലപ്പണിക്ക് നിൽക്കുന്നവർക്ക് ഉദ്ദേശം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ട്. ആ ഉദ്ദേശം മറ്റെന്താണ് എന്നല്ല കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇത് ഗോപാലകൃഷ്ണന്റെ കുസൃതി അല്ലെങ്കിൽ പൊട്ടത്തരം എന്ന് പറയലാണോ വേണ്ടത് എം ജയേന്ദ്രൻ? അല്ല, താങ്കൾ ഒരു മീഡിയ ഹൗസിൻ്റെ ഭാഗമാണ്. ഞങ്ങളൊക്കെ ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ ഒരു മീഡിയ ഹൗസ് ഒരു ന്യൂസ് ഫോക്കസ് മുമ്പോട്ട് വെക്കുമ്പോൾ അത് സമൂഹത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് അതാണല്ലോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗുണകരമായി എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതും. അതിലാണല്ലോ ചർച്ചയുടെ സാർത്ഥകത ഇരിക്കുന്നത്. അതിലല്ലേ ഹാഷ്മി? അതാണല്ലോ ഉണ്ടാവേണ്ടത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് വേണ്ടതും. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ IASകാർക്കിടയിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് പിന്നെ ഏറിയ കൂറും വ്യക്തിനിഷ്ഠമായി മാറിയിട്ടുണ്ട്. അതിൽ അധികാര ദുർവിനിയോഗം നടക്കുന്നുണ്ട് പല നിലയ്ക്കും. ഗോപാലകൃഷ്ണൻ്റേത് ശരിയായ അർത്ഥത്തിൽ ഞാൻ കാണുന്ന അധികാര ദുർവിനിയോഗമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അത് പ്രശാന്തിൻ്റെ കാര്യത്തിലുമുണ്ട്, ജയതിലകിൻ്റെ കാര്യത്തിലുമുണ്ട്. അത് ആ അധികാര ദുർവിനിയോഗം എങ്ങനെയൊക്കെയാണ് അതിവിടെ അനുവദിക്കാൻ പാടില്ല. അവിടെയാണ് താങ്കളുടെ ആദ്യം ചോദിച്ച ചോദ്യവും രണ്ടാമത് ചോദിച്ച ചോദ്യവും ഞാൻ മറുപടി പറയാതിരുന്നത് പ്രസക്തമാവുന്നത്. ഒരു മുഖ്യമന്ത്രി ഇല്ലേ എന്നും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണെന്നും അറിയാത്ത ആളല്ല ഏതായാലും ഹാഷ്മി. ഈ ചർച്ചയിലിരിക്കുന്ന മറ്റ് പാനലിസ്റ്റുകളും എനിക്കും അറിയാം എന്താണെന്നുള്ളത്. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ദൈനംദിന കാര്യത്തിൽ പ്രത്യേകിച്ച് IASകാരുടെ ദൈനംദിന ഭരണനിർവഹണ കാര്യത്തിലും അവരുടെ ഈ വാട്സാപ്പ് പോലുള്ള സ്വകാര്യ ഏർപ്പാടുകളിലൊന്നും ഇടപെടാനുള്ള ഒരധികാരവും ഒരു മുഖ്യമന്ത്രിക്കും ഇന്ത്യയിലില്ലല്ലോ, പ്രധാനമന്ത്രിക്കും. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതിലെല്ലാം രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവേണ്ടതല്ലേ? അത് പുറത്തേക്ക് ഇതിലെല്ലാം രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവേണ്ടതല്ലേ? ഈ വിഷയത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം അങ്ങ് ചൂണ്ടിക്കാണിക്കാവോ? ഏതിന്? അന്വേഷണം നടക്കുകയല്ലേ, അന്വേഷണം നടക്കട്ടെ എന്ന സാങ്കേതിക മറുപടിക്കപ്പുറം ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പ്രശാന്ത് ജയതിലകനെതിരെ എടുത്തിട്ട് അലക്കുന്ന കാര്യത്തിൽ സാറേ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവണ്ടേ? എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ? അല്ല, രാഷ്ട്രീയ പ്രതികരണം എന്തിനാണ്? ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയ പ്രതികരണം? ഇയാളെ പ്രശാന്ത് ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ ജയതിലക് ശരിയാണ്, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ ചെയ്തത് ശരിയല്ല എന്നിവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പറയണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളാണ് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് കരുതുന്ന ഒരാളാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ചെയ്ത പണി തെറ്റായ പണിയാണ് എന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു സാർ. അത് പറയേണ്ടവർ ഭരണാധികാരികൾ തന്നെയാണ്. അതല്ല ഞാൻ ഭരണാധികാരികൾക്ക് അങ്ങനെ പറയാനുള്ള ഉത്തരവാദിത്വം അല്ല ഉള്ളത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവർ ഈ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ മറുപടി പറയേണ്ടത് താങ്കൾ ചോദിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഭരണനിർവഹണ ഉദ്യോഗസ്ഥരായ IASകാരെ പറ്റിയാണ്.
അങ്ങനെ പറയാൻ കഴിയില്ല ഒരു ഭരണാധികാരിക്കും. ഒരു പ്രതികരണം വന്നു, ഒരു മാധ്യമത്തിൽ വന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നു, അതുകൊണ്ട് ഉടനെ ഭരണാധികാരി പ്രതികരണം പറയണം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയുന്നതല്ല അവരുടെ ഉത്തരവാദിത്തങ്ങൾ. മുഖ്യമന്ത്രിക്ക് ആ പരിമിതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ആ പരിമിതി സ്വയം കൽപ്പിക്കുകയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് പറയാലോ. സെക്രട്ടറി പറഞ്ഞു ഇല്ല. ഓക്കെ, ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശ്രീ ആർ വി ബാബു, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ കൂട്ടായ്മയ്ക്കുള്ള ഉത്തമ ആഗ്രഹത്തിൽ ഈ പറഞ്ഞ വ്യവസായ ഉന്നത ഉദ്യോഗസ്ഥൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഉറച്ചു നിന്ന പോരെ? എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ താല്പര്യം ഇതാണ്, എൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞാൽ പോരെ? താങ്കൾ പറയുന്നത് പോലെ ഈ സർവീസ് ചട്ടലംഘനങ്ങളൊന്നും ഇല്ല എങ്കിൽ. ഷാറി ബാബു, ഇവിടെ അതിനുശേഷം അദ്ദേഹം കാണുന്ന ഉരുണ്ടുകളികൾ, അദ്ദേഹം കാണിക്കുന്ന എന്താണ് രക്ഷപ്പെടാൻ കാണിക്കുന്ന പണികൾ, അതിനൊക്കെ ഒരു ക്രിമിനൽ ഇൻറ്റൻ്റ് ആണ് അല്ലേ? അതിനൊരു കുറ്റകൃത്യവാസനയാണല്ലേ? അല്ല, ഞാൻ ഹാഷ്മി അദ്ദേഹം ഒരു ജെന്യുവിൻ ക്യാരക്ടറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജെന്യുവിൻ ക്യാരക്ടറായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അയാൾ ഒരു പൊട്ടനാണെന്ന് പറഞ്ഞേ. ആളൊരു പൊട്ടനാണ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ രണ്ട്, നിഷ്കളങ്കം എന്നൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. പൊട്ടൻ എന്ന് പറയുന്ന വാക്ക് ഒന്നാമത് ശരിയല്ല. എന്തോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, പൊട്ടൻ എന്നൊരു വാക്ക് തന്നെ ശരിയല്ല. ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ടു പൊട്ടൻ എന്ന് പറയുന്ന വാക്ക് ഇക്കാലത്ത് ശരിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു നിഷ്കളങ്കത കൂടി ഉദ്ദേശിച്ചതാണല്ലോ. നിഷ്കളങ്കം അല്ലല്ലോ അത്. വാച്യാർത്ഥത്തിൽ എടുക്കണ്ട. ഞാൻ പറഞ്ഞത് വിഡ്ഢിയാണെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നോക്കൂ, അല്ല ഞാൻ പറഞ്ഞതേ അതിനെ വാച്യാർത്ഥത്തിൽ എടുക്കണ്ട, വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. അത് വിഡ്ഢിയാണെന്ന് ഞാൻ ഒച്ചത്തിൽ പറയുകയും ചെയ്യും. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ആ അഭിപ്രായം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് റിജിൽ മാക്കുറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിനൊന്ന് ഇടയ്ക്ക് ഇടപെടരുത് ഹാഷ്മി. താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം ഉണ്ടാകാം, നിലപാടുണ്ടാവാം. അത് താങ്കൾ ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. റിജിൽ മാക്കുറ്റി പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, വിഷം കലർത്തുന്നതല്ല, സെപ്റ്റി ടാങ്കിനേക്കാൾ വളരെ വിഷം കലർന്നതാണ് എന്നാണ്. എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല അങ്ങനെ തോന്നുന്നത് കാര്യത്തിൽ. കാരണം നമ്മുടെ നാട്ടിൽ മതങ്ങളെ തമ്മിലടിപ്പിച്ച് ന്യൂനപക്ഷമൊന്നും ഭൂരിപക്ഷമൊന്നും വിഭജനം ഉണ്ടാക്കി, പിന്നെ ജാതികളെ തമ്മിലടിപ്പിച്ച്, ഹിന്ദു എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ ജാതിയുടെ പേരിലുള്ള വിഭജനങ്ങളും വ്യത്യാസങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിച്ച് അങ്ങനെ പല തട്ടുകളിലാക്കി 10-60 വർഷം ഭരിച്ചവരാണ് ഈ നാട്ടിലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയത്. അവരാണ് 47-ൽ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തതും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരെ എൻ്റെ വാക്കുകളെ ഈ തരത്തിൽ ആക്ഷേപിക്കുന്നതിന് എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം പന്നിക്കൂട്ടിൽ സഹവസിച്ചവർക്ക് ഇതല്ലാതെ പറയാൻ നിവൃത്തിയില്ല. പന്നിക്കൂട്ടിൽ സഹവസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കണ്ണൂർ ടൗണിൽ പച്ചയ്ക്ക് ഒരു പശുക്കിടാവിനെ കഴുത്തറുത്ത് കൊല്ലാൻ തോന്നിയ ആ നീച മനസ്സുണ്ടായത് ആ ഒരു മനോവികാരം കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ അങ്ങനെ ആക്ഷേപിച്ചതിൽ, വ്യക്തിപരമായിട്ടാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. ആ ആക്ഷേപിച്ചതിൽ എനിക്കതിൽ വലിയ അത്ഭുതം തോന്നാനില്ല. കാരണം കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കൂടെ നിന്ന വലിയ ഒരു വിഭാഗം ഉണ്ടല്ലോ, ഇവർക്ക് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? ഇവർക്ക് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ്. ഇപ്പോൾ അതിൽ താഴെയുള്ള വിഭാഗങ്ങളൊന്നും ന്യൂനപക്ഷമല്ല. അവര് ഏറെക്കാലം കോൺഗ്രസിനോടൊപ്പം നിന്ന ക്രൈസ്തവ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഇന്ന് എന്താ പറയുന്നത്? മുനമ്പത്ത് എന്താ പറയുന്നത്? അവരെയൊക്കെ ഇറക്കി വിടാനായിട്ടുള്ള നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ചെല്ലാനത്തുൾപ്പെടെ തളിപ്പറമ്പില് ഈ പറയുന്ന റിജിൽ മാക്കുറ്റിയുടെ നാട്ടിൽ തളിപ്പറമ്പില് ഒക്കെ അടക്കം സാധാരണക്കാരന്റെ വസ്തു കയ്യേറാനുള്ള നിയമം നിർമ്മിച്ചു കൊടുത്ത ഒരു മതവിഭാഗത്തിന് അങ്ങനെ മതാടിസ്ഥാനത്തിൽ സംവരണവും മതാടിസ്ഥാനത്തിൽ ആനുകൂല്യവും കൊടുത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തെ തന്നെ വെട്ടി മുറിച്ച ആളുകൾ വന്നിട്ട് ഇവിടെ വേദാന്തം പറയരുത്. ഇവിടെ വന്നിട്ട് ഇവിടെ ക്രൈസ്തവ സ്നേഹം, ഇവിടെ ഗോപാലകൃഷ്ണൻ അല്ല, ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഗോപാലകൃഷ്ണൻ പിന്തുണ അറിയിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ഇട്ട ആ പറഞ്ഞ ട്വിറ്റർ പോസ്റ്റിൽ ഇവിടുത്തെ എന്താണ് ജിഹാദി മിഷണറികളെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്രൈസ്തവ സ്നേഹം അങ്ങേക്ക് ഇവിടെ ഉള്ളൂ, അതില്ല. ചേർത്തോട്ടെ ഹാഷ്മി, ഇതും കൂടി ഒന്ന് ചേർത്തോട്ടെ. ഇതും കൂടി ഒന്ന് ചേർത്തോട്ടെ ഹാഷ്മി. ഒരു DGP ഉണ്ടല്ലോ നമുക്ക്, ഹാഷ്മിക്ക് അറിയില്ല, ഒരു DGP നാട് മുഴുവൻ നടന്ന് പെന്തക്കോസ്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു DGP. പെന്തക്കോസ്ത എന്ന് പറയുന്ന സംഘടന മതപരിവർത്തനത്തിന്റെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ആ പെന്തക്കോസ്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു DGPയെ കുറിച്ച് ഒരു കൊല്ലം അഭിപ്രായം ഉണ്ടോ? ഒരക്ഷരം പറയാറില്ലല്ലോ. ആരാണത്? ആ DGPയുടെ വീഡിയോ പ്രസംഗങ്ങൾ ഞാൻ അയച്ചു തരണോ, കാണണോ? ഒരക്ഷരം പറയാറില്ലല്ലോ. മനോജ് എബ്രഹാം, ഞാൻ പേരെടുത്ത് പറയാം, മനോജ് എബ്രഹാം. എന്തേ നിങ്ങൾ ആരെങ്കിലും മിണ്ടാറുണ്ടോ, ചോദിക്കാറുണ്ടോ? ഞാൻ എത്ര വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്? നിങ്ങളത് കാണില്ല, നിങ്ങൾക്ക് സെലക്റ്റീവാണ്. ഇത്തരം കാഴ്ചകൾ നിങ്ങൾ കാണില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ പറഞ്ഞ താങ്കളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ പറയുന്നതാണ് അത്. താങ്കൾ പറഞ്ഞ ഉത്തരവാദിത്തം ചാനലിൽ വരട്ടെ. താങ്കളുടെ അറിവ് താങ്കൾ പറയലാണ്. അല്ലാതെ മനോജ് എബ്രഹാം നമുക്കറിയാവുന്നത് കേരള പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് എന്നതിനപ്പുറം താങ്കൾ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല.
ഓക്കെ 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 ഞാൻ റിജിലിലേക്കാണ് ഇടപെടുന്നത്. റിജിമാക്കുറ്റി, ഇവിടെ ഈ ADGP MR അജിത്കുമാർ RSS മേധാവിമാരെ പോയി കണ്ടായി റിപ്പോർട്ട് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് അത്രയും മാസക്കാലങ്ങൾ പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെങ്കിലും ഇവിടെ ഒരു സർക്കാർ ഇടപെടൽ എങ്ങനെയാണെന്ന് സാധ്യമാവുക? ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്ന സർക്കാർ മുൻകൂട്ടി അറിയാൻ പറ്റുമോ? അറിഞ്ഞു നടപടിയിലേക്ക് പോവുകയാണ്. ഈ പ്രശാന്ത് ജയതിലകനെതിരെ ഇത്തരത്തിൽ പറയാൻ പോകുന്നത് സർക്കാർ മുൻകൂട്ടി അറിയാൻ പറ്റുമോ? അറിഞ്ഞു നടപടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സർക്കാർ ഇനർട്ടാണെന്ന് പറയരുത്. അല്ല ശ്രീ ആഷ്മി, ഞാൻ പറയാം, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ ഈ കേരളത്തിലെ IAS IPS തലപ്പത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ RSS നേതാക്കന്മാരെ കണ്ട ADGPയെ നടപടിയെടുക്കുന്നതിന് വേണ്ടി എത്ര കാലം എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട ആ ഘടകകക്ഷികൾ പോലും തിട്ടൂരിറക്കിയിട്ടാണ് അയാളെ മറ്റൊരു സ്ഥലം മാറ്റിക്കൊടുക്കേണ്ടത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും RSSനെയും അതോടെ നരേന്ദ്രമോദിയെയും പ്രീതിപ്പെടുത്തുക എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ADGPക്ക് RSS നേതാക്കന്മാരെ കാണാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിക്കൂടാ? അപ്പോൾ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇയാൾ ഈ പറയുന്ന ആളുകളുടെയൊക്കെ വീരപുരുഷനാവും. നാളെ സർവീസിന് പോകുമ്പോൾ ഗവർണറോ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക പദവിയിലേക്കൊക്കെ ഇവർക്ക് സ്വീകരിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ലാത്ത കാര്യമല്ലേ? വെറുതെ പൊട്ടനായതുകൊണ്ടും കുബുദ്ധിയിൽ തോന്നിയ ഒരു ഗ്രൂപ്പൊന്നുമല്ലത്. അത് വളരെ മുൻകൂട്ടി തീരുമാനിച്ച് നാളത്തെ തൻ്റെ സ്ഥാനലബ്ധിക്ക് വേണ്ടി ഇപ്പോഴേ ആരംഭിക്കണമെന്ന് കൃത്യമായി അറിയാം. അത് സെൻകുമാറിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പല ആളുകളും അത്തരത്തിൽ ആ വഴി പോകുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ആ കാര്യത്തുമായി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. സർക്കാർ ഈ വിഷയത്തിനകത്തൊക്കെ തന്നെ വളരെ നിസ്സംഗമായി നടപടി എന്ന് പറഞ്ഞല്ലാതെ ഒരു നടപടി എടുക്കാൻ ഒന്നും സാധിക്കില്ല. കാരണം ഇവരെയൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഹിന്ദു ഐക്യവേദി നേതാവിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ വിഭജിക്കാൻ നേതൃത്വം കൊടുത്തതിൻ്റെ പിറകിൽ ആദ്യത്തെ ശബ്ദമുയർത്തതാരാ? ഈ VD സർവർക്കർ എന്ന വിനായക് സർവർക്കറാണ്. ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രം, മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞ് നിരാഷ്ട്രവാദം ഉയർത്തിയതിൻ്റെ പിറകിൽ ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ മൂത്താപ്പയായ VD സർവർക്കറാണ്. ആണ് ഈ രാജ്യത്ത് ആദ്യമായി വർഗീയമായി നമ്മളെ വേർതിരിക്കാനുള്ള ഏറ്റവും വലിയ വിഷം കലക്കിയത് സർവർക്കറല്ലേ? മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് എല്ലാം മറന്നുകൊണ്ട് പോരാടുമ്പോൾ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തിയതിന്റെ പിറകിൽ നിന്നതാരാ? ഈ പറയുന്ന സർവർക്കർ, അതിന്റെ പിന്മുറക്കാരല്ലേ? മാപ്പെഴുതി കൊടുത്തവരുടെ പിന്മുറക്കാരല്ലേ ഇവർ? പിന്നെ അതിനുശേഷമാണ് മുസ്ലിം ലീഗ് അത്തരം ഒരു വാദഗതി ഉന്നയിക്കുന്നതിന് മുമ്പ് ഒരുപാട് ചരിത്രത്തിലേക്ക് പോലെ പിന്നെ എന്നെ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റിയേക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ നിന്നല്ലേ? സംഗീത് സോമൻ ഇവരുടെ MLA ആയിരുന്നില്ലേ? BJP MLA ആയിരുന്നില്ലേ? മൂരിയെയും പശുവിനെ ഒന്നാമത് ഇന്ത്യ ആയിരുന്നു, പക്ഷെ ഇപ്പൊ മൂന്നാം സ്ഥാനത്താണ്. അല്ല ഞാൻ പറയട്ടെ, ലോകരാഷ്ട്രങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ്. ലോകത്ത് ഒന്നാം സ്ഥാനം പോയി. എന്റെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. മൂന്നാം സ്ഥാനത്താണ്. ഞാൻ പറയാം ഒറ്റ അതാരാ കയറ്റിയേക്ക്? സംഗീത് സോമൻ BJPയുടെ MLA ആയിരുന്നു. ഏറ്റവും കൂടുതൽ എന്റെ കയറ്റി അയക്കുന്ന അതിന്റെ ഓണർമാരാരാന്നറിയോ? BJPക്കാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംഘപരിവാറുകാരുമാണല്ലോ. അവർക്ക് ഇതിനകത്ത് നിന്ന് ബീഫിനെ കയറ്റി അയച്ച് പൈസ ഉണ്ടാക്കാം. ഈ നാട്ടിൽ പാവപ്പെട്ട ഒരാൾ ബീഫ് കഴിച്ചതിന്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലാം, അവനെ വീട് കയറി അവനെ ആക്രമിക്കാം. ജുനൈദ് ഖാൻ, മജ്ലു അൻസാരി, എത്രയോ മനുഷ്യന്മാരെ ഇതിന്റെ പേര് തല്ലിക്കൊന്നില്ലേ? ഒരു മനുഷ്യ ജീവനെ മൂരിക്കുട്ടൻ ജീവൻ പറയണവര്. പിന്നെ ഹിന്ദു മതവിശ്വാസ പ്രകാരം എവിടെയാണ്? ഞാൻ മറ്റൊരു കാര്യം പറയാം. വിവേകാനന്ദന്റെ ദ ബുക്ക് ഓഫ് ദി എക്സ്പോർട്ടിംഗ് നിരോധിക്കപ്പെട്ടതാ. വിവേകാനന്ദനാണ്. ഞാൻ പറയട്ടെ ശ്രീ ആഷ്മി പറയട്ടെ. അല്ല, ബീഫ് കയറ്റുന്നതിൽ രാജ്യത്തിൽ മൂന്നാം സ്ഥാനം ഒരു തർക്കമാക്കരുത്തില്ല. സാറേ, ബീഫ് കയറ്റുന്നതിൽ രാജ്യത്തിൽ മൂന്നാം സ്ഥാനം ഒരു തർക്കമാക്കരുത്തില്ല. അത് രാജ്യത്തിന് റവന്യൂ കൊണ്ടിരുന്നതാ. രാജ്യത്തിന് റവന്യൂ കൊണ്ടിരുന്നത് അത് നല്ലതായിട്ട് പറ. ബീഫ് കയറ്റുമതിയിൽ രാഷ്ട്രത്തിന് മൂന്നാം സ്ഥാനമാണ്. ബീഫ് രാജ്യത്തിന് സമ്പത്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതിന് അഭിമാനത്തോടെ പറ. അല്ലാതെ എന്തോ എന്ത് മാംസമാണെങ്കിലും ബീഫ് കയറ്റുമതി രാജ്യത്തിന് മൂന്നാം സ്ഥാനമാണ്. രാജ്യത്തിന് റവന്യൂ കൊണ്ടിരുന്നതാണ്. ശരി, അതിനെ സപ്പോർട്ട് ചെയ്യും. ബീഫിനെ സപ്പോർട്ട് ബീഫ്. അത് രാജ്യത്തിന് വരുമാനം കൊണ്ടിരുന്ന. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അതൊന്നും ആയിരുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ച
അധികം നാൾ നീളാതിരിക്കട്ടെ. അധികം നാൾ നീളുന്നത് അത് സമൂഹത്തിന് നല്ലതാവുമെന്ന് തോന്നുന്നില്ല. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു ഇനി